നേരായിട്ട് 2 പട്ടിക്കുഞ്ഞുങ്ങൾ കിടന്ന് മോങ്ങുന്ന ബഹളം കേൾക്കാം. അപ്പോൾ എന്താന്ന് മനസ്സിലായില്ല. തൊട്ടപ്പുറത്ത് പറമ്പ് ഇങ്ങനെ കിടക്കുക, വെറുതെ കുറെ പറമ്പ്. അതിനകത്തൊരു ഓടയുണ്ട്, ഒരു ഡ്രെയിനേജ് പോകുന്നുണ്ട്, അതിനകത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ അതിനെ ഇതിന് മുമ്പ് പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ കൊച്ചു പട്ടികൾ കരയുന്ന കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ. അതുങ്ങൾ എവിടെയെങ്കിലും പോയി പെടുമ്പോഴേ ഇങ്ങനെ കിടന്ന് മോങ്ങത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ബിൽഡിങ്ങിനടുത്ത് ഒരു പട്ടി ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നൊരു സ്ഥലത്ത് കുഴിക്കകത്ത് വീണ് കിടക്കുന്നത്. പക്ഷെ അതിനെ പിറ്റേ ദിവസം രാവിലെ ആരും രക്ഷിച്ചേനെ. പക്ഷെ എന്നാലും മഴയൊക്കെ പെയ്താൽ വെള്ളം നിറഞ്ഞു വല്ലതും ചത്തുപോകും. ഈ കരച്ചിൽ കേട്ടാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിപ്പട്ടികളെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ വിടാം. അപ്പോൾ അതിൻ്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വീഡിയോ ആണ്. ഇങ്ങനെ നടക്കുന്നത് നീ വന്ന് ചാടുമല്ലോ ഇതിനകത്തൊക്കെ പൊട്ടന്മാര്. കുരുങ്ങിക്കിടക്കും ഒരാള്. ഏണി കിട്ടിയിട്ടുണ്ട്. ഇനി ഏണി വഴി അപ്പുറത്ത് ചാടാം. പക്ഷേ അപ്പുറത്ത് ചാടിയാൽ തിരിച്ച് കയറാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഏണി എടുത്ത് പൊക്കി അപ്പുറത്ത് വെച്ചിട്ട് വീണ്ടും അടുത്ത പരിപാടി ചെയ്യുന്നതായിരിക്കും. ഇപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. പട്ടികൾ കിടക്കുന്നത് അവിടെയാണ്. തള്ളപ്പട്ടി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ പോവാണോ? കളഞ്ഞിട്ട് പോയോ? മണ്ടന്മാരെ പോയി നോക്കാം. നല്ല ചെളി വെള്ളമാ, അതാ കുഴപ്പം. എങ്ങനെ പിടിച്ച് കയറ്റി? ഏയ് മണ്ടന്മാർ, ഇവിടെ കിടക്കുവാണോ? 2 പേര് പേടിച്ചോ? പേടിച്ച് കിടക്കുവാണോ ഇവിടെ? ഇനിയിപ്പോ എടുത്ത് കയറ്റട്ടെ? എടുത്ത് കയറ്റട്ടെ 2 പേരെ? എങ്ങനെ വന്ന് വീണ ഇതിനകത്ത് 2 കൂടെ? ഇവിടെയൊക്കെയാണോ കളിക്കുന്നത്? ഈ കളിയാണോ കളിക്കുന്നത് 2 പേരും ഇവിടെ? കൊള്ളാം കേട്ടോ 2നെ. എന്നാ വാ നോക്കട്ടെ. വാ, 2 പേരും കൊള്ളാം. നീ ഇതുപോലത്തെ കളികളുമായി വീണ്ടും വരുമോ? ചവിട്ടി നോക്കട്ടെ. യെസ്, നീ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ബാക്കി നടക്കുന്നു. ഓടിക്കോ. വാ വാ, ഇവിടെ നിനക്കും വേണോ? നിനക്കും കയറണോ? വാ വാ, നിന്നെ കയറ്റാം കേട്ടോ. ഓക്കോ, എല്ലാവരും ഹാപ്പിയാണോ? വീണോ എല്ലാരും? മോന്റെ അമ്മ അയ്യോ ചാടി എന്റെ പാൻറിലൊക്കെ ഇരിക്കാതെ. ഇനി ഇവിടെ വന്ന് വീഴല്ലോ കേട്ടോ. കാലെ കയറി ഇരിക്കുവോ? ചെളിയല്ല. അയ്യോ എന്റെ പൊന്നെ.
എല്ലാവരും ഓക്കെയാ കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരല്ലേ കേട്ടോ. കൊച്ചുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ കേട്ടോ. വാ, അങ്ങോട്ട് വാ. വാ എല്ലാവരും വാ. ഓക്കോ, നീയും പോവാണോ? അവിടെ കിടന്ന് വിളിച്ചു പോയാ ഇനി എനിക്ക് ഇവിടെ ചാടാനൊന്നും വയ്യ. ഇതിനെയൊക്കെ എന്ത് ചെയ്യൂ എന്ത്. പോക്കോ, അങ്ങോട്ട് പോക്കോ. വാ കണ്ടോ, ഇങ്ങോട്ടോ. ആ, എല്ലാവരും എന്നെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇവിടുന്ന് മതിലാടി ഇപ്പൊ പോവും. രണ്ടും കൊള്ളാം, നല്ല മക്കളും ഒക്കെ കാണണം. ഇതുവഴി പൊക്കോ. ഇത് കണ്ടോ, പൊക്കോ. ഉണ്ടോ, പോ. എൻ്റെ കൂടെ കളിക്കാൻ നിൽക്കണ്ട. എന്താ വേണ്ട നിനക്ക്? ഇതുവഴി പോ. നീ വാങ്ങ ഇതുവഴി. പൊക്കോ. ആ കണ്ടോ, അവൻ പോയി. ഒരാൾ പോയല്ലോ. ഇതിനകത്ത് എങ്ങനെ ഇതിന് ഇറങ്ങും? ഇത് പറ്റത്തില്ല, ഇതിൽ ഇറങ്ങാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ആ, അതുങ്ങൾ വെള്ളത്തിൽ കിടക്കുക, ഓടെ കിടക്കുവാണ് ഇതുപോലെ. പക്ഷെ ഇതിന് അതിലും വലിയ ടാസ്ക് ആയേക്കോ. ഇവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇവര് വീണ്ടും ഇവിടെ പെട്ടേക്കുക. വെള്ളപ്പെട്ടിക്ക് പോകാൻ വഴി കയറ് ഓട്ടിച്ചാൽ അത് പോവോ? പോ. ആ, കൊള്ളാം, ഗുഡ് ഗേൾ. ഭയങ്കര ഇത് മണ്ടൻ, ഈ മണ്ടൻ ഇത് പോ മണ്ടൻ. ആ, പോക്കോ. ആഹാ, ക്ലിയർ. ഹാപ്പി ഫാമിലി. വണ്ടി കയറി ചാകാനാ പോകുന്നുണ്ടോ? എല്ലാവരും എൻജോയ് ചെയ്ത് പോവാ. കുറേ നേരമായി അവരവിടെ കിടന്ന് കാര്യത്തിലും ആരും കേട്ടില്ല. ഇത് വണ്ടി കയറി ചാവുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇങ്ങനെ തിപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. പട്ടികൾ കിടക്കുന്നത് അവിടെയാണ്. തള്ളപ്പട്ടി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ പോവാണോ? ഡീ കളഞ്ഞിട്ട് പോയോ? സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കാറില്ല. അല്ലെ കണ്ടന്റ് പോലെ ആക്കാൻ എനിക്ക് അറിയത്തില്ല. അല്ലെ നമ്മളെ ചാടിച്ചെന്തെങ്കിലും ഓരോന്നൊക്കെ കാണിച്ചിട്ട് പോകും. ഇപ്രാവശ്യം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കിയേക്കാം. ഇങ്ങനെ എല്ലാ വർഷവും ഒരു 3-4-5 പട്ടികളെ നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും ഒരാൾക്ക്. എനിക്കൊരാൾക്ക്. അപ്പോൾ പലർക്കും ഇതുപോലത്തെ അവസരങ്ങളൊക്കെ കിട്ടുമായിരിക്കും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. ഇതിനു വേണ്ടിയിട്ട് പോലും ഒരിച്ചിരി മെനക്കെട്ടൂടെ ആൾക്കാർക്ക് എനിക്ക് പലപ്പോഴും തോന്നി. ഇവിടെ ഒത്തിരി പേര് ശബ്ദം കേട്ടെന്നേ. ഒരു ഫ്ലാറ്റ് 2 ഫ്ലാറ്റിലുള്ള ആൾക്കാർ മിനിമം ഒരു 40 പേരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. തൊട്ടപ്പുറത്ത് എത്തിയപ്പോൾ വേറെ വീട്ടുകാരൊക്കെ ചോദിക്കുന്നു, അത് കുറേ നേരമായി കേൾക്കുന്നു, അവിടെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാകുന്നു, വേണമെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരാളുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ആരും നോക്കുന്നില്ല. ഈ കരച്ചിൽ കേട്ടാലേ മനസ്സിലാവും നമുക്ക് ഇതിന് വയ്യാതെ പേടിച്ച് കരയുന്നതും എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട കരയുന്നതേ. അത് ഏത് മൃഗം കരഞ്ഞാലും മനസ്സിലാവും. മനുഷ്യനാണേലും മനസ്സിലാവും അല്ലേ?